ബനാറസി ഓർഗൻസ. അതിനകത്ത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ പെയിൻറ്റഡ് ലുക്കിൽ വന്നിട്ടുള്ള ഫ്ലോറൽസിനെ ഹാൻഡ് എംബ്രോയിഡറി ഹൈലൈറ്റ് കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു പ്രിട്ടി കളക്ഷൻ. അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കളേഴ്സാണ് കേട്ടോ. എല്ലാ ഒരു പേസ്റ്റൽ ടോണിൽ വന്നിരിക്കുന്ന ഷെയ്ഡ്സാണ്. ആൻഡ് അതിനകത്ത് ഈ ഒരു ബനാറസി ബോർഡർ പാറ്റേൺ നമ്മൾ പണ്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നതിനകത്ത് നമുക്ക് ആ ഒരു ഹൈ റേഞ്ച് ആവുമ്പോഴാണ് നമുക്ക് സെറീസിനൊക്കെ കളറിനൊക്കെ ഒരു ഭംഗി വരാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഡിഫറൻസ് വന്നിട്ട് നമുക്ക് ഈവൻ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന സാരീസിനകത്തും സെറിയുടെ കളേഴ്സൊക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സട്ടിലായിട്ടുള്ള ലുക്സിലൊക്കെ കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് സംതിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഇറ്റ്സ് ഫുള്ളി എംബ്രോയിഡേർഡ് ലുക്കിൽ നമുക്ക് ആ ഒരു പെയിൻറ്റഡ് ഫ്ലോറൽസും കൂടെ എംബ്രോയിഡറി ഹൈലൈറ്റ് ആണ് കേട്ടോ. ഫ്ലോറൽസിൻ്റെ നടുക്കായിട്ട് സെയിം ടോണിൽ തന്നെ ഫ്ലോറൽസിൻ്റെ കളേഴ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ത്രെഡും സിൽക്ക് ക്യാൻസ്, നൈലോൺ സിൽക്ക് ക്യാൻസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബേസിലായിട്ട് നല്ല ഗ്ലോസി ആയിട്ട് നിൽക്കുന്ന സീക്വൻസ്, ഗോൾഡൻ സീക്വൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സീക്വൻസ് മാത്രമായിട്ട് അതിങ്ങനെ നല്ല ഹൈ ഗ്ലോസിൽ ഷൈൻ ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് ടു മച്ച് ആൻഡ് ഇറ്റ്സ് എവിഡൻറ്റ്. നമുക്കത് കാണാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഷൈൻ വരുന്നത്. നല്ല കളർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ. ഒരു പീച്ച് ഓറഞ്ച് ആൻഡ് ബ്രൗണി ടോൺ വന്നിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡും കൂടെ ആയിട്ടുള്ള ഫ്ലോറൽ ലുക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ്. ആൻഡ് ദെൻ വി ഹാവ് എ പെയിൽ യെല്ലോ ടോൺ. ഇതിനകത്തൊക്കെ ബോർഡർ പാറ്റേണിന് ചെറിയ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോറൽ പേസ്ലി ലുക്കാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഫുൾ ബോഡിയിൽ ഈ ഒരു ഓർഗൻസൊക്കെ അകത്ത് ഈ ഒരു സെയിം ടോണിലാണ്, ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിൽ ഓൾമോസ്റ്റ് സിൽവർ ആണ്. ആ ഒരു ടോണിൽ വന്നിട്ടുള്ള ചെക്ക് പാറ്റേൺസും അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് സോ നെക്സ്റ്റ് വൺ വി ഹാവ് ദിസ് യെല്ലോ ഷെയ്ഡ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലോറൽ ലുക്ക് അല്ലേ, ഇത് ഫുൾ പേസ്ലി ലുക്കിൽ വന്നിട്ടുള്ള ബോർഡർ ഡിസൈനാണ്. ആൻഡ് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഡോട്ടഡ് പാറ്റേൺ ബോക്സിൽ വന്നിട്ടുള്ള ഒരു ഡിസൈൻ. ദാറ്റ്സ് മോർ ടുവേർഡ്സ് എ പിങ്കിഷ് പീച്ച് ടോൺ. ആൻഡ് ദെൻ ദ ലാസ്റ്റ് വൺ വി ഹാവ് എ പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്. അതിനകത്ത് ഈ ഒരു ഫ്ലോറൽ പേസ്ട്രി ഞാൻ വെയർ ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അപ്പർ ബോർഡർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി സെറി ബോർഡർ. ആൻഡ് ദെൻ ഈ ഒരു പ്ലേസ്മെൻറ്റിൽ നമുക്കിപ്പോൾ വൺ പ്ലേറ്റ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് താഴോട്ട് കിടക്കുന്ന ആ ഒരു ചെസ്റ്റ് ഡൗൺ ആയിട്ട് വരുന്ന ഒരു ഏരിയയിൽ ഈ ഒരു ഫ്ലോറൽ ലുക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് ടുവേർഡ്സ് ദി ലോവർ പോർഷൻ. ആ ഒരു ബോർഡറിനകത്ത് സ്കാറ്റേഡ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് ദി ഫസ്റ്റ് ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് യെല്ലോ. ഡബിൾ നോട്ടിങ് ചെയ്തിട്ടുള്ള ടാസിൽസ് ആണ്. സെൽഫ് ത്രെഡ് തന്നെയാണ് കേട്ടോ ടാസിൽസ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഓപ്പൺ ചെയ്തൊന്ന് കാണുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലുക്ക് കാണാം. ബ്ലൗസ് റണ്ണിങ്ങിൽ തന്നെയാണ് വരുന്നത്. സെയിം ബ്ലൗസ് മെറ്റീരിയൽ തന്നെയാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. വിതൗട്ട് ദ ഫ്ലോറൽസ് യു ഹാവ് ദിസ് ബ്ലൗസ് പീസ്. സെയിം ബോർഡർ ഡിസൈനൊക്കെ വരുന്നുണ്ട്. ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. അതിൻ്റെ യെല്ലോ ഷെയ്ഡ് ഒരു ഗോൾഡൻ പെയിൽ യെല്ലോ എന്ന് പറയാം കേട്ടോ. അതിനൊരു ഗോൾഡൻ ടിൻറ്റും കൂടെ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോർഡർ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ വി ഹാവ് ഒരു പീച്ചി ടോൺ. അപ്പോൾ ഈ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഒരു ലാവൻഡർ ടിൻ്റാണ്. അതാണ് ഒനിയൻ പിങ്ക് പറയുന്നത് നമ്മൾ. പക്ഷേ ഇതിന് കുറച്ചും കൂടി ഒരു പീച്ചി ടോൺ വന്നിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കട്ടെ. സോ ദിസ് ഇസ് ദി ലുക്ക്. അത് ഈ ഒരു പോർഷനിൽ മാത്രമാണ് അപ്പർ പോർഷനിലോട്ട് നമുക്ക് ആ ഒരു ഫ്ലോറൽസ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം ഡൗൺ ലോ പോർഷനിലാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെയും ബോർഡറിന് വ്യത്യാസം വരുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് ഷെയ്ഡ് ഗ്രീൻ ടോൺ. ഇതും എല്ലാ ഷെയ്ഡും നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു വേരിയേഷൻ ഞാൻ ആക്ച്വലി ഒരു ഇവൻറ്റിന് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല എഫേർട്ട്ലെസ്ലി ക്യാരി ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. ലൈറ്റ് വെയ്റ്റ് സാരീസാണ്. 2799 റേഞ്ചിന് ഇസ് എ വർത്ത് ബൈ. ദിസ് ഇസ് ദി ഹോൾ ലുക്ക്. അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മളിപ്പോൾ ആദ്യം അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് പിന്നെ നമുക്കത് പ്രീ ഓർഡറിലൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന സാരീസാണ് കേട്ടോ. ഇഫ് യു ലൈക്ക് ദിസ് ആൻഡ് ഇഫ് യു വാണ്ട് ബൾക്ക് ഓർഡേഴ്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ് we can definitely do, but we will need a certain time period. അത് നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. or you can get in touch with the customer care and they'll let you know. BLD 176 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് 2799. ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ ടെസർ സാരീസ് അതേപോലത്തെ ലുക്കിൽ
ഹാൻഡ് വർക്ക് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ് കേട്ടോ. പക്ഷെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് വെച്ചിട്ട് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്ത് റിച്ച് ആയിട്ട് നിൽക്കുന്ന പല്ലും ബോഡിയിൽ ഫുള്ളായിട്ട് സ്കാറ്റേർഡ് ബൂട്ടാസും ആയിട്ടുള്ള വർക്ക് വന്നിരിക്കുന്ന സാരീസ് നമ്മൾ അവൈലബിൾ ആക്കുകയാണ്. ഓൾമോസ്റ്റ് 4 to 5 ഷെയ്ഡ്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതെല്ലാം എല്ലാവരുടെയും ഫേവറേറ്റ് കളേഴ്സിനകത്താണ് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു ബ്രൈറ്റർ ആൻഡ് ഡാർക്കർ പാലറ്റ്സ്. അതെ, ഡാർക്കർ ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവർക്ക്. ഈ ഷെയ്ഡ്സ് ഒന്ന് ക്ലോസറിൽ കാണിച്ച് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ചേർന്ന മെറൂൺ ഷെയ്ഡ്, പീകോക്ക് ഗ്രീൻ, പീകോക്ക് ബ്ലൂ, മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ഒരു വേറെ ചെയ്തേക്കുന്ന നേവി ബ്ലൂ. ഈ കളേഴ്സ് ഒക്കെയും മീഡിയം സ്കിൻ ടോണിനാണെങ്കിലും ഫെയർ ടോണിനാണെങ്കിലും ഒക്കെ വളരെ ഭംഗിയായിട്ട് സൂട്ട് ചെയ്യും. നമ്മൾ എങ്ങനെ സ്റ്റൈലിംഗ് ചെയ്യുന്നു അനുസരിച്ച് നമുക്ക് ഒക്കേഷനിൽ നമുക്ക് അറ്റൻഷൻ കൊണ്ടുവരാൻ പറ്റും. ബ്ലൗസസിൻ്റെ സ്റ്റൈലിംഗ് പാറ്റേൺ, അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ബ്ലൗസസ് ഇട്ട് പെയർ ചെയ്യാം. ഇതിനകത്ത് വന്നിരിക്കുന്ന വർക്കിന്റെ കളറിൽ ഒരു ബ്ലൗസ് നമുക്കുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് കൈ കിട്ടിയ ഉടനെ തന്നെ വിത്ത് ബ്ലൗസ് പുറകെ തയ്ച്ച് വന്നു കഴിയുമ്പം ആ ഒരു ലുക്കിലും നമുക്ക് വെയർ ചെയ്യാം. ഇങ്ങനത്തെ സാരീസ് ഒക്കെ ഇത് ഓൾമോസ്റ്റ് ടോൺ ടു ടോൺ കോമ്പിനേഷനിലാണ് അതിൻ്റെ എംബ്രോയിഡറീസ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പം ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ആൻഡ് ഷെയ്ഡ്സ് വെച്ചിട്ടാണ് എൻ്റെ ത്രെഡ് കളേഴ്സ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം കാന്താ വർക്കിൻ്റെയും ഫ്രഞ്ച് നോട്ടിൻ്റെയും ഇത് ഫുൾ ഹാൻഡ് വർക്ക് ആട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഉണ്ടോ, ഈ നൂലിൻ്റെ കെട്ടുകളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഹാൻഡ് വർക്കിലാണ്. BLD എന്നുള്ള കോഡിലല്ല, BLD 175 എന്ന കോഡിലാണ് 2799 റേഞ്ചിൽ ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള സെമി ടെസർ സാരീസ്. ടെസർ സാരീസിൻ്റെ അതേ വീവിങ് പാറ്റേൺ പവർലൂമിലുള്ള സാരി മെറ്റീരിയലിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പൈപ്പിംഗ് ഫിനിഷിങ്ങിന് പകരം ഒരു ഫേസിങ് ഫിനിഷിംഗ് ആണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് പലരും പറയാറുണ്ട് പ്ലീറ്റ്സിന്റെ പോർഷനിൽ ആ ഒരു കോഡ് വരുമ്പോഴത്തേക്ക് അത് കിടക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ഒന്ന് വളഞ്ഞു. ഇത് വരുമ്പോൾ നല്ല നീറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ആ ഒരു പൈപ്പിങ്ങിന്റെ ലുക്ക് ആൻഡ് ഫീൽ കൊടുക്കുന്നുണ്ട്. ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് എഡ്ജ് നല്ല ഫിനിഷ്ഡ് ആയിട്ട് തന്നെ വരും. അപ്പം ഇന്ന് ഈ ഒരു സാരീസിന്റെ കളക്ഷനാണ്. നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് വൺ ഗൗരി എടുത്തിരിക്കുന്നത് നേവി ബ്ലൂ കളറാണ് കേട്ടോ. നേവി ബ്ലൂ കളറിനകത്ത് സ്റ്റീൽ ബ്ലൂ മുതൽ ഇൻഡിഗോ ബ്ലൂ വരെയുള്ള എല്ലാ ഷെയ്ഡ്സും ഡൾ അല്ല, ബ്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഡാർക്ക് ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് വേഗം കാണിച്ചു കൊടുക്കാം. ഓരോന്നിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഫോട്ടോസ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. ഇത് റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ടും അതുപോലെ തന്നെ പ്രീ ഓർഡർ കാറ്റഗറിയിലുമാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ. ഞാൻ മസ്റ്റേർഡ് എല്ലാം എടുക്കാം. എനിക്ക് മസ്റ്റേർഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു ഇച്ചിരി കൂടി ഒരു ബ്രൗൺ ചേർന്നിട്ടുള്ളൊരു മസ്റ്റേർഡ് കളറാണ്. ഒരു ഗോൾഡൻ ബ്രൗണിഷ് ടിന്റ്, മെഹന്തി ഗോൾഡിന്റെ ഒരു ടോണൊക്കെ വന്നിട്ടുണ്ട്. അത് നല്ല കളറാണ്, മസ്റ്റേർഡ് ഷെയ്ഡ്. ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് സെയിം റണ്ണിങ്ങിൽ തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. കയ്യിൽ വർക്കുണ്ട്. നമ്മുടെ ബോഡിയിൽ വന്നേക്കുന്ന സ്കാറ്റേർഡ് ബൂട്ട ഉണ്ടല്ലോ, അത് കൈയുടെ അറ്റത്തായിട്ട് ഓരോന്ന് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് പാനലിലും ബാക്ക് പാനലിലും, അതായത് ഇവിടെ കട്ട് ചെയ്യുന്ന പോർഷനിൽ ഇവിടെ ഒരു ബൂട്ട വരുന്നത് പോലെയും അതേപോലെ തന്നെ ബാക്ക് ഓപ്പൺ ചെയ്തിട്ട് ബാക്കിൽ വരുന്ന പോലെയും അത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സാരി ഉടുക്കുമ്പോൾ ഈ ഒരു സൈഡിൽ ബൂട്ട സ്ലീവ്ലെസ് ചെയ്യുന്നവർക്ക്, ഇനി കയ്യിൽ വർക്ക് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അല്ല നമുക്ക് കയ്യിൽ ആക്ച്വലി ചെറിയൊരു കാന്ത ഡീറ്റെയിൽ പോലെ കൊടുത്തു കഴിഞ്ഞാലും നല്ല ഭംഗിയാണ്. എന്നിട്ട് ബാക്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് മേടിച്ചതിന് ശേഷം കുറച്ചൊരു ബീഡ്സ്, അങ്ങനെ എന്തെങ്കിലും ഒരു 10 രൂപയ്ക്ക് 5 രൂപയ്ക്ക് ഷുഗർ ബീഡ്സ് അത് നമ്മുടെ കൈ വെച്ച് തന്നെ ഒന്ന് ചെറുതായിട്ട് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒട്ടിക്കുകയോ ഒക്കെ ചെയ്താൽ കുഴപ്പമില്ല. നമുക്കൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഒരു ഡിഫറെന്റ് ഡിസൈനർ ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അപ്പം അതെ, നെക്സ്റ്റ് കളർ പിങ്ക് ചേർന്ന് ബർഗണ്ടി ഷെയ്ഡ്. മസ്റ്റേർഡ് എല്ലാം കൂടെ ഞാൻ വെച്ച് കാണിക്കാം. ഞാനത് നമ്മൾ കഥ പറഞ്ഞിരുന്ന് പോയപ്പോൾ പലരും മിസ്സായി പോയതാണ്. കണ്ടോ, ഇതാണ് എൻ്റെ ബൂട്ട വന്നേക്കുന്നത്. സീക്വൻസ് വന്നേക്കുന്നത് ആക്ച്വലി ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ മാത്രമാണ് കേട്ടോ. ഒരു ചെറുതായിട്ടുള്ളൊരു സട്ടിൽ ഷൈൻ മാത്രമാണ്. ടെസറിൽ വരുന്ന പോലത്തെ തന്നെ ആ വീവിങ് പാറ്റേൺസ് ത്രൂ ഔട്ട് നമുക്ക് കാണാൻ പറ്റും. ദേശി ടെസറിൽ വരുന്ന പോലത്തെ വീവിങ് പാറ്റേൺസ് ആൻഡ് റിച്ച് പല്ലു. ഷോർട്ടർ പല്ലുവാണ്, ബനാറസി സാരീസിലൊക്കെ കാണുന്ന പോലത്തെ ഷോർട്ടർ പല്ലുവാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. നല്ല ഗ്രീൻ ഷെയ്ഡ്, ബോട്ടിൽ ഗ്രീൻ അല്ല, അതൊരു അതെ പീകോക്ക് ചേർന്നിട്ടുള്ള ഒരു മെറ്റാലിക് ടോൺ. എല്ലാ ഷെയ്ഡ്സിനകത്തും ഒരു മെറ്റാലിക് ഷെയ്ഡ് വരുന്നുണ്ട്. മെറ്റാലിക് പീകോക്ക് ഗ്രീൻ ടോൺ. ഇതിനകത്തും ആ ഒരു ലൈറ്റ് ഭയങ്കര രസമുണ്ട് കേട്ടോ. ഓരോ സാരീസും നമ്മളിപ്പം അകത്തിരുന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ പോലും ഫോട്ടോസ് നമ്മൾ നല്ല നീറ്റായിട്ടുള്ള ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ. കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് കറക്റ്റ് കളർ കാണാമല്ലോ അല്ലേ ജഗൻ? കറക്റ്റ് കളറാണ് കേട്ടോ. പീകോക്ക് ഗ്രീൻ ആൻഡ് പീകോക്ക് ബ്ലൂ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.
ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സെമി ടെസർ ഫാബ്രിക്കിനകത്ത് 2799 റേഞ്ചിലാണ് ഈ സാരീസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് BLD 175. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നിങ്ങൾക്ക് പാർട്ടി ഓറിയൻറ്റഡ് ആയിട്ട് ഫ്രണ്ട്സിന് ഒരേപോലെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 30 to 40 ഡേയ്സിനുള്ളിൽ ഇത് പ്രീ ഓർഡറിൽ നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട ചെക്കോട്ട ഫാബ്രിക് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻ ലൈറ്റ് ആയിട്ടുള്ള കളർ പാലറ്റിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന സാരി ഒരു ലൈറ്റ് ഗ്രീൻ ആണ്, വൈറ്റിൽ ഒരു ഡ്രോപ്പ് ഗ്രീൻ കളർ, അതും ആ പേസ്റ്റൽ ഗ്രീൻ വീണാൽ എങ്ങനെ ഇരിക്കുക, ആ ലൈം ഗ്രീൻ കളർ വീണാലിരിക്കുന്ന ആ ഒരു കളറിലാണ് സാരി വന്നേക്കുന്നത്. സാരിയിൽ ഫുള്ളായിട്ട് ആരി എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കൊണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ എംബ്രോയിഡറി ആണ് കേട്ടോ. സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഫ്ലോറൽ പാറ്റേൺസിൻ്റെ ബോർഡേഴ്സും അതുപോലെ തന്നെ സ്കാറ്റേഡ് ആയിട്ട് കുഞ്ഞ് ഒരു ഫ്ലോറൽ ഡീറ്റെയിലിംഗും ഒക്കെ വന്നേക്കുന്ന സാരി. ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കേ. ഈ സാരിയുടെ ആ ബോർഡർ ഡീറ്റെയിലിംഗ് നല്ല ഫൈനായിട്ടുള്ള ആരി എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ്. അതിൽ സ്കാറ്റേഡ് ആയിട്ട് ആരി എംബ്രോയിഡറി ഡീറ്റെയിലിങ്ങിൻ്റെ ക്ലോസർ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അതാണോ, ഇതാണ് നല്ല സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ആരി എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. അത് തന്നെ ഇതാണ്ടോ നല്ല ഭംഗിയുള്ള ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ഒരു ബോർഡർ ഡീറ്റെയിലിംഗ്, ഫ്ലോറൽ ഡീറ്റെയിലിങ്ങും അതുപോലെ തന്നെ ഒരു ജാൽ ഡിസൈൻ പാറ്റേണും ഒക്കെ ആയിട്ട് വന്നേക്കുന്ന ബോർഡേഴ്സ്. ഇനി ഈ സാരിയിൽ ഫുള്ളായിട്ട് ഇതുപോലെ കണ്ടോ ഫ്ലോറിൽ ഒരു പൂവും ലീഫും ഒക്കെ ആയിട്ട് വന്നേക്കുന്ന ഒരു ഡീറ്റെയിലിംഗ് ആണ്. ഈ ബുട്ടാസാണ് ഫുൾ സാരിയിൽ സ്കാറ്റേഡ് ആയിട്ട് വന്നേക്കുന്നത്. സെയിം പ്ലെയിൻ ബ്ലൗസാണ് കേട്ടോ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ഫുൾ സാരിയിൽ ഇതുപോലെ വർക്ക് വന്നേക്കാണ്. TOT 131 എന്ന കോഡിലാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കുന്നത്. ഇപ്പം ഞാൻ ഉടുത്തിരിക്കുന്നത് ഒരു ലൈം ഗ്രീൻ കളറിലുള്ള സാരിയാണ്. ലൈം ഗ്രീൻ കളറിൽ ഒരു ടോൺ ഡാർക്കർ ആയിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. ഇത് കണ്ടോ ഒരു നല്ല യെല്ലോ, ബേബി യെല്ലോ കളറിൽ, ബേബി യെല്ലോ ടോണിൽ തന്നെ ഒരു ടോൺ ഡാർക്കർ ആയിട്ടുള്ള യെല്ലോ ടോണിൽ വന്നേക്കുന്ന എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. TOT 131A വേരിയൻ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സാരി. അതുപോലെ തന്നെ TOT B വേരിയൻ്റ് ആണ്. TOT 131B വേരിയൻ്റ് ആണ് ഞാൻ ഉടുത്തിരിക്കുന്ന സാരി. ഈ സാരിയുടെ ഡീറ്റെയിലിംഗ് നോക്കിയാലും നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള യെല്ലോ ടോണിൽ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കാണ്. ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ബേബി യെല്ലോ ടോണിൽ, ബേബി യെല്ലോ കളറിൽ തന്നെ ഒരു ടോൺ ഡാർക്കർ ആയിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. ഫുൾ സാരിയിൽ ഇതുപോലെ സ്കാറ്റർ ചെയ്തിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കാണ് കേട്ടോ. ബ്ലൗസ് മെറ്റീരിയൽ വന്നേക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള, പ്ലെയിൻ ആണോ നോക്കട്ടെ കേട്ടോ. ബ്ലൗസ് മെറ്റീരിയൽ വന്നേക്കുന്ന പ്ലെയിൻ ബ്ലൗസ് മെറ്റീരിയലാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. സൂപ്പർ നെറ്റ് കോട്ട, ചെക്കോട്ട തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ചെക്കോട്ടയാണ് കേട്ടോ. സോഫ്റ്റ് ആയിട്ട് വരുന്ന ചെക്കോട്ടയിൽ സെയിം എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് തന്നെ വന്നേക്കാണ്. TOT 131A, D എന്നീ 2 വേരിയൻസ് ആയിട്ടാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് വരുന്നതല്ലേ, പ്രൈസ് വരുന്നത് 1399. ഈ 2 പ്രോഡക്ട്സിൻ്റെയും ഡ്രേപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store.